കോഴിക്കോട് ചേവായൂരിൽ കാർ കിണറ്റിൽ വീണു. നിയന്ത്രണം വിട്ട കാർ വീടിന്റെ മതിൽ തകർത്താണ് തൊട്ടടുത്ത കിണറ്റിൽ പതിച്ചത്. വാഹനം ഓടിച്ച ചേവായൂർ സ്വദേശി രാധാകൃഷ്ണന് പരിക്കേറ്റു. മിഥില ബാലൻ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി. മിഥില, ഈ പരിക്കേറ്റ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ ആരോഗ്യനില എങ്ങനെയുണ്ട്? എന്താണ് ഈ കിണറ്റിലേക്ക് വീഴാനും മാത്രം എന്താണ് പ്രശ്നമുണ്ടായത് യഥാർത്ഥത്തിൽ? സ്മിത, ക്രിസ്റ്റീന, ചേവായൂർ നെയ്ത്തുകുളങ്ങരയിലാണ് ഈ ഒരു സംഭവം. ഈ സംഭവം നടന്ന സ്ഥലത്ത് ഞാനിപ്പോൾ ഉണ്ട്. ഇന്നലെ രാത്രി 9 മണിക്കാണ്. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ആ റോഡിൽ നിന്നാണ് നേരെ കാർ എത്തിയത്. നിയന്ത്രണം വിട്ട് പിന്നാലെ ഈ ഒരു ഗേറ്റ്, ഈ വീടിൻ്റെ ഗേറ്റ്, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ടായിരുന്നു. ഈ ഗേറ്റ് തകർത്തതിന് ശേഷം ഈ ഒരു ഡോക്ടർ രാജൻ്റെ വീടാണ്. ഈ വീടിൻ്റെ ഇവിടെയുള്ള മതിൽ തകർത്തതിന് ശേഷമാണ് നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ കാണാം. ഇവിടെ ഒരു കിണറുണ്ട്. ഈ കിണറിലേക്കാണ് ഈ കാർ മറിഞ്ഞത്. കാറിൻ്റെ ദൃശ്യങ്ങളാണിത്. ഇന്നലെ രാത്രി 9 മണിക്കാണ്. ഈ കാറിന് അടിയിലായിരുന്നു ഈ ഒരു രാധാകൃഷ്ണൻ ഉണ്ടായിരുന്നത്. വളരെ സാഹസപ്പെട്ട് വെള്ളിമാടുകുന്നിൽ നിന്നുള്ള ഫയർഫോഴ്സ് എത്തി വളരെ സാഹസപ്പെട്ടാണ് രാധാകൃഷ്ണനെ പുറത്തെടുത്തത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം ഭീകരമായിട്ടായിരിക്കും ഇന്നലെ രാത്രി ഈ കാർ നിയന്ത്രണം വിട്ട് ഈ കിണറ്റിന് മുകളിലേക്ക് പതിച്ചെന്ന് മനസ്സിലാകും. ആ ഗ്രില്ലിൽ തട്ടി കാർ അവിടെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ വീട്ടുടമസ്ഥൻ ഡോക്ടർ രാജൻ എനിക്കൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു സംഭവം നടക്കുമ്പോൾ ഇന്നലെ രാത്രി ഇവിടെ ഉണ്ടായിരുന്നു. സർ, എങ്ങനെയാണ് ഈ ഒരു സംഭവം? ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഡൈനിങ് റൂമിൽ ശബ്ദം കേട്ടിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് വന്നത്. ഒരു എന്താ പറയുക, ഒരു ഉരുൾപൊട്ടൽ പോലത്തെ ഭയങ്കര ശബ്ദമായിരുന്നു. ഞങ്ങളാദ്യം വിചാരിച്ചു ഷീറ്റൊക്കെ ഒന്ന് ഇടിക്കുന്ന മാതിരിയെ അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ അത് കണ്ട ഓടി വന്നപ്പോൾ വണ്ടി അവിടെ കിടക്കുന്നു. അതായത് ഇത് ഞങ്ങൾ വരുന്ന വഴിയൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. കാറ് വരുന്ന വഴിയെ അങ്ങനെയാണ് അത് കണ്ടത്. അപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ അതിലൊരാളുണ്ട്, അതിൽ ഡ്രൈവർ ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പേടിയായത് കുറച്ച് ഒരു ഫയർ വന്നു കുറച്ച് ഫ്രണ്ടിൽ നിന്ന്. അപ്പോൾ ഞങ്ങളത് പൊട്ടിത്തെറിക്കൊന്നും പിടിച്ച് അടുത്തില്ല. അപ്പോൾ നാട്ടുകാരൊക്കെ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ ആളുണ്ട്, ഒരു ഡ്രൈവർ മാത്രമേ ഉണ്ട്. അപ്പം ഡ്രൈവർ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ആ തീ പെട്ടെന്ന് അണഞ്ഞു കേട്ടോ, പിന്നെ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ ഫയർഫോഴ്സിനെ വിളിച്ചു, അവർ വന്നിട്ടാണ് എടുത്തു കെട്ടിയത്. ഒരുപാട് സമയം എടുത്തു അല്ലേ പുറത്തെടുക്കണമെങ്കിൽ? പെട്ടെന്ന് വന്നു, ഫയർഫോഴ്സ് പെട്ടെന്ന് വന്നു. പുറത്തെടുക്കാൻ വേണ്ടി കുറച്ച് 1 hour ആയിട്ടുണ്ടാവും. 1 hour, കാരണം അത് കട്ട് ചെയ്യേണ്ടി വന്നു ഉള്ളിൽ. അയാൾ കയ്യെ വഴി കുടുങ്ങിപ്പോയി, വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. 1 hour എല്ലാം കഴിഞ്ഞു. വിത്തിൻ 1 hour കംപ്ലീറ്റ്. രാത്രി ആയതുകൊണ്ട് കാറ് പുറത്തേക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ ഒരു ആക്സിഡന്റ്, അതിൽ വലിയ ആഘാതത്തിലാണ് ആ വീട്ടുകാർ. സത്യം പറഞ്ഞാൽ നിയന്ത്രണം വിട്ടാണ് കാർ ഇങ്ങനെ കിണറ്റിലേക്ക് പോയതെന്നാണ് അറിയുന്നത്. ഗുരുതരമായില്ല, ആരോഗ്യനില കുറച്ച് പ്രശ്നമാണ്. പക്ഷേ അദ്ദേഹം ചികിത്സയിലാണ്. കാറിൽ ഉണ്ടായിരുന്നയാൾ വലിയ പ്രശ്നങ്ങളില്ലാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.